വിദ്യാർത്ഥികളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ 8ാം ക്ലാസ് 1ാം പാദവാർഷിക പരീക്ഷ വരികയാണ്, അഥവാ ഓണപരീക്ഷ വരികയാണ്. അപ്പോൾ പുതിയ അധ്യയന വർഷത്തിൽ പുതിയ പാറ്റേൺ അനുസരിച്ചിട്ടുള്ള പരീക്ഷയാണ് പ്രാവശ്യം ഉണ്ടാവുക. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്, ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതായത് 1.5 മണിക്കൂർ 40 മാർക്കിനാണ് 1 മുതൽ 4 വരെ ചോദ്യങ്ങൾ തിരഞ്ഞെടുത്ത് ഉത്തരവെഴുതുക. ഒന്നാമത്തെ ചോദ്യം, മഴ അപ്പോഴും തുള്ളി മുറിയാതെ പെയ്തുകൊണ്ടേയിരുന്നു. അടിവരയിട്ട പദം നൽകുന്ന അർത്ഥസൂചന എന്ത്? ഇവിടെ ഈ തുള്ളി മുറിയാതെ എന്ന വാക്കിനാണ് അടിവരയുള്ളത്. അതിന്റെ അർത്ഥം എന്താണ്? ഇടയ്ക്കിടെ, ഇടതടവില്ലാതെ, ശക്തമായി, ചാറി, ഇടതടവില്ലാതെ, അല്ലെ? ഇടതടവില്ലാതെ മഴ പെയ്യുന്ന തുള്ളി മുറിയാതെ എന്ന് പറയുന്നത്. 2, അങ്ങേക്ക് ശക്തമായ ഒരു മഴ കൊണ്ട് ഈ കാട്ടുതീ അണയ്ക്കാം, ഞാൻ എനിക്കാവുന്നത് ചെയ്യുന്നു. ഇതിന് യോജിച്ച പ്രസ്താവന ഏത്? കുരുവിയുടെയും മഴദേവന്റെയും മനോഭാവം ഒന്നാണ്. കുരുവിയുടെയും മഴദേവന്റെയും മനോഭാവം വ്യത്യസ്തമാണ്. കുരുവിയും മഴദേവനും ചേർന്ന് തീ അണയ്ക്കുന്നു. മഴദേവൻ തീ അണയ്ക്കാൻ ശക്തമായി മഴ പെയ്യിക്കുന്നു. ഇതിലേതാ യോജിച്ച പ്രസ്താവന? ഏതാ യോജിച്ച പ്രസ്താവന? 2ാമത്തെ മാത്രമാണ് ശരി. ഇത് കുരുവിയുടെയും മഴദേവന്റെയും മനോഭാവം വ്യത്യസ്തമാണ്, അല്ലേ? പിന്നെ അതായത് ഇതില് ബി മാത്രമാണ് ഉത്തരം കേട്ടോ. ബി ആണ് ഉത്തരം. ബി 2ആണ് ഉത്തരം. അടുത്ത് 3, തൊടി മുഴുവൻ മുഴുങ്ങിയ വെള്ളം ഉമ്മറപ്പടിയിലെത്തി. ഉമ്മറപ്പടി എന്ന പദത്തിന്റെ ശരിയായ വിഗ്രഹം ഏത്? ഉമ്മറമാകുന്ന പടി, ഉമ്മറത്തിന്റെ പടി, ഉമ്മറത്തിലെ പടി, ഉമ്മറമെന്ന പടി. ഏതാണ്? ഉമ്മറത്തിന്റെ പടി എന്നുള്ളതാണ്. 4, നിന്നെ ഞാൻ തിരഞ്ഞെടുത്ത് നന്നായി എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ തൃപ്തിയോടെ ചിരിച്ചു. ഇത് കേട്ടപ്പോൾ കൊച്ചു ദേവദാരിൽ ഉണ്ടായ എന്ത് ഭാവമാണ് ഉണ്ടായത്? സന്തോഷം, ആശ്ചര്യം, ഭയം എന്നാണ് കേട്ടോ. ഇവിടെ സി ഭയം എന്നാണ് ഉത്തരം. ഭയം എന്നാണ്. അടുത്ത 5 മുതൽ 7 വരെ ചോദ്യങ്ങൾക്ക് 3, 4 വാക്യത്തിൽ ഉത്തരവെഴുതണം. 3ാമത്തിന് ഉത്തരവെഴുതണം. വനപാലകന്റെ വീടിന് മുമ്പിലുള്ള തുറന്ന പ്രദേശത്ത് ദേവദാരു വൃക്ഷത്തിന്റെ ഒരു കൊച്ചുതൈ വളർന്നിരുന്നു. ആ തുറന്ന പ്രദേശത്ത് ഒറ്റയ്ക്കാണ് ദേവദാരു വളർന്നതെങ്കിലും അതിന് ഒരിക്കലും ഏകാന്ത അനുഭവപ്പെട്ടില്ല. എന്താണ് കാരണം? എന്തായിരുന്നു കാരണം? എലികൾ ദേവദാരുവിന്റെ ചുവട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിച്ചു. പലതരത്തിലുള്ള ഷഡ്പദങ്ങൾ അതിന്റെ അരികിൽ ജീവിച്ചു. വെയിലുള്ളപ്പോൾ ഭംഗിയുള്ള ചിത്രശലഭങ്ങൾ അതിന്റെ ചില്ലുകൾക്കിടയിൽ പാറിക്കളിച്ചു. രാവിലെയും വൈകുന്നേരവും പക്ഷികൾ അതിനെ ചുറ്റി പറന്നു. ഒരു ദിവസം കൊച്ചു ദേവദാരു ശരിക്കും ജീവനുള്ള ഒരു മുയലിനെ പരിചയപ്പെടുകയും ചെയ്തു. ഇതൊക്കെ കൊണ്ടാണ് ദേവദാരുവിന് ഏകാന്തത അനുഭവപ്പെടാതിരുന്നത്, അല്ലേ? 6, കാറ്റ് വരുമ്പോൾ വാതിലടയ്ക്കുക, വെള്ളം വരുമ്പോൾ വാതിൽ തുറക്കുക. ഇതുപോലെ നിങ്ങൾക്ക് പരിചിതമായ ഏതെങ്കിലും ഒരു നാട്ടറിവ് കണ്ടെത്തി വ്യാഖ്യാനിക്കണം. ഏതാണ്? ചാരം ചേറിയാൽ കേട് കുറയും. കാർഷിക വിളകൾക്ക് ചാരം തൂവുന്നത് അവയിൽ പുഴുക്കളെയും മറ്റും നശിപ്പിച്ച് വിളവ് മെച്ചപ്പെടുത്താൻ നല്ലതാണ്. പുഴുക്കളിലെ ജലാംശം വലിച്ചെടുത്ത് അതിനെ നശിപ്പിക്കാൻ ചാരം തൂവുന്നതിലൂടെ കഴിയുന്നു. കണ്ടോ? അടുത്ത ചോദ്യം, അണ്ണാറക്കണ്ണനും തന്നാലായത് എന്ന പഴഞ്ചൊല്ലിന്റെ ആശയവുമായി ബന്ധപ്പെടുത്തി കുരുവിയും കാട്ടുതീയും എന്ന കഥ വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കുക. അപ്പൊ ഇതിൽ ഓപ്ഷൻ കണ്ടോ. അപ്പൊ പുതിയ പാറ്റേൺ അനുസരിച്ച് ഓപ്ഷൻ ഉണ്ടാവും. അല്ലെങ്കിൽ പുതുവർഷം വരുമ്പോൾ ആളുകൾ കാട്ടിൽ വരും. നിന്നെപ്പോലെയുള്ള മരങ്ങളെ വെട്ടിക്കൊണ്ടുപോകാൻ. മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നതിനുള്ള നിങ്ങളുടെ മനോഭാവം എന്താണ്? കുറിപ്പ് തയ്യാറാക്കുക. ഏതെങ്കിലും ഒരെണ്ണത്തിന് ഉത്തരം കൊടുത്താൽ മതി. എ, ബിയിലെ ഏതെങ്കിലും ഒരെണ്ണം ഇങ്ങനെ കൊടുക്കാൻ. നമുക്ക് അണ്ണാറക്കണ്ണനും തന്നാലായത്. അണ്ണാറക്കണ്ണനും തന്നാലായത് എന്നത് പ്രശസ്തമായ പഴമൊഴിയാണ്. ആപത്തുകൾ ഉണ്ടാകുമ്പോൾ മാറി നിൽക്കാതെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യണം എന്നാണ് ഈ പഴമൊഴിയുടെ സാരം. ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴും പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങളിലും ആകുന്ന രീതിയിൽ നമ്മൾ ഇടപെടണമെന്ന് ഈ കഥ ഓർമ്മിപ്പിക്കുന്നു. കാട്ടിൽ തീ പടർന്നു പിടിച്ചപ്പോൾ പക്ഷികളും മൃഗങ്ങളും ജീവൻ രക്ഷിക്കാൻ പരക്കം പാഞ്ഞു. ധാരാളം മൃഗങ്ങൾ കാട്ടുതീയിൽ വെന്തു മരിച്ചു. ഒരു കുരുവി മാത്രം തന്റെ കൊച്ചു ചുണ്ടിൽ വെള്ളം നിറച്ച് വലിയ ആ കാട്ടുതീ കെടുത്താൻ ശ്രമിക്കുകയാണ്. അടുത്തത് അതിൽ ബി ഉണ്ടല്ലോ. അല്ലെങ്കിൽ ഏതാണ്? 10 പുത്രന്മാർ മരം മുട്ടിമുറുക്കുന്നതിനെ കുറിച്ച് നിങ്ങളുടെ മനോഭാവം എഴുതാനാ പറയുന്നത്. 10 പുത്രന്മാർക്ക് തുല്യമാണ് ഒരു മരം എന്ന മഹത്തായ ചിന്ത നമ്മുടെ പൂർവികർക്കുണ്ടായിരുന്നു. അത്രയും പ്രാധാന്യമാണ് അവർ മരങ്ങൾക്ക് നൽകിയിരുന്നത്. ശുദ്ധവായു, ഫലങ്ങൾ, തണൽ, കിളികൾക്ക് വാസസ്ഥലം തുടങ്ങിയ മരങ്ങൾ നൽകുന്ന നിരവധി സേവനങ്ങൾ നാം മറന്നുകൂടാ. ഒരു മരം വെട്ടുമ്പോൾ പകരം 10 മരമെങ്കിലും നട്ടുപിടിപ്പിക്കണം. ഭൂമിയെ
പച്ചക്കുല ചൂടിക്കുന്നത് മരങ്ങളാണ്. അതുകൊണ്ട് മരങ്ങൾ വെട്ടുകയല്ല, വെട്ടാൻ ഓങ്ങുന്ന കൈകളോട് അരുതെന്ന് പറഞ്ഞ് മരങ്ങൾക്ക് സംരക്ഷണം ഒരുക്കുകയാണ് വേണ്ടത്. ഓക്കെ. അടുത്ത 8ാമത്തെ ചോദ്യം. 8 മുതൽ 11 വരെയുള്ള ചോദ്യങ്ങൾക്ക് അരപ്പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതണം. 5 സ്കോർ. 8ാമത്തെ. ഒരു പുലർച്ചയിൽ ഇരുമരങ്ങളും നിറയെ പൂക്കളാൽ ജ്വലിച്ചു കഴിഞ്ഞിടും. ഒരു പക്ഷേ മണ്ണിനടിയിൽ ഗൂഢമായി അവ തമ്മിൽ വേരാൽ തുടർന്നുണ്ടാവും. മരങ്ങൾ പൂക്കുന്നത്. ഒരുമിച്ച് പൂത്ത മരങ്ങൾ തമ്മിൽ ഒടുക്കാനിടയുള്ള സംഭാഷണം സങ്കല്പിച്ച് എഴുതാൻ. ഒരുമിച്ച് പൂത്ത മരങ്ങൾ തമ്മിൽ നടക്കാനിടയുള്ള സംഭാഷണം സങ്കല്പിച്ച് എഴുതുക എന്നുള്ളതാണ്. എന്തായിരിക്കും നമ്മൾ സംസാരിച്ചത്? 1ാമത്തെ മരം പറയും, നമ്മളിവിടെ അന്യരെ പോലെ നിൽക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലം വരും. ഇപ്പൊ 2ാമത്തെ മരം പറയും, അന്യരെ പോലെ നിന്നാലും നമ്മൾ ഒന്നിച്ചു പൂത്തല്ലോ. 1ാമത്തെ മരം, വേരുകളാൽ നമ്മൾ പരസ്പരം സ്നേഹിച്ചിരുന്നതെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. 2ാമത്തെ മരം പറയും, നമ്മൾ വേറിട്ട് നിൽക്കുമ്പോഴും വേരുകൾ പരസ്പരം തൊട്ടറിയുന്നുണ്ടായിരുന്നു. അല്ലെ? അടുത്തത്. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള സ്നേഹബന്ധമാണ് കൊച്ചു ദേവദാരു എന്ന കഥ നൽകുന്ന സന്ദേശം. സ്നേഹബന്ധമാണ് കൊച്ചു ദേവദാരു എന്ന കഥ നൽകുന്ന സന്ദേശം വിശദമാക്കുക. അതായത് പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള സ്നേഹബന്ധമാണ് കൊച്ചു ദേവദാരു എന്ന കഥ നൽകുന്ന സന്ദേശം. ഇതൊന്ന് വിശദമാക്കി എഴുതാനാണ് പറയുന്നത്. 9ാമത്തെ. എന്താണ്? നല്ല ഭംഗിയുള്ള മരങ്ങളുടെ തലപ്പ് വെട്ടിയെടുത്ത് പൊതുവശത്തിൽ അലങ്കരിച്ചു വെക്കാറുണ്ട്. തന്നെയും അലങ്കരിക്കാൻ വെട്ടുമെന്ന് ഭയന്നാണ് ദേവദാരു നിന്നത്. പക്ഷേ വനപാലകൻ ദേവദാരുവിനെ വെട്ടുന്നില്ല. പകരം അത് നിൽക്കുന്ന സ്ഥലത്ത് തന്നെ നിർത്തി അതിനെ അലങ്കരിക്കുകയാണ് ചെയ്തത്. വനപാലകനും മക്കളും കൊച്ചു ദേവദാരുവിനെ അത്രമാത്രം ഇഷ്ടപ്പെട്ടിരുന്നു. പ്രകൃതി നശിച്ചാൽ മനുഷ്യന് നിലനിൽക്കാനാവില്ല. ചെടികളും മരങ്ങളും മറ്റു ജീവജാലങ്ങളും എല്ലാം ഉണ്ടെങ്കിലേ മനുഷ്യന് ഇവിടെ ജീവിക്കാൻ കഴിയുകയുള്ളൂ. മനുഷ്യൻ്റേത് മാത്രമല്ല ഈ മനോഹര ഭൂമി. ആഘോഷങ്ങൾക്ക് വേണ്ടി വെട്ടിമാറ്റാനുള്ളവയല്ല മരങ്ങൾ. കൊച്ചു ദേവദാരുവിനെ വനപാലകൻ വെട്ടിമാറ്റാതെ അലങ്കരിച്ചതുപോലെ നമുക്ക് ചുറ്റുമുള്ള മരങ്ങളെയും ചെടികളെയും എല്ലാം സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കണം. പ്രകൃതി സ്നേഹത്തിന്റെ മഹത്തായ സന്ദേശമാണ് കൊച്ചു ദേവദാരു എന്ന കഥ പകർന്നു നൽകുന്നത്. അങ്ങനെ എഴുതാം അല്ലെ നമുക്ക്. അടുത്തത്. ചുവടെ നൽകിയിരിക്കുന്ന ഗദ്യഭാഗം വായിച്ച് തുടർന്നു നൽകിയിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. പത്തായങ്ങൾ പലവിധമുണ്ട്. വലിയ പത്തായം, ചെറിയ പത്തായം, എടുത്തു കെട്ടിയ പത്തായം, വിത്തിൻ പത്തായം, പത്തായപ്പെട്ടി, പെട്ടിപ്പത്തായം എന്നിങ്ങനെ. ഇതിൽ പെട്ടിപ്പത്തായമാണ് ഏറ്റവും ചെറുത്. അന്നന്നത്തേക്ക് വേണ്ട പൂജാദ്രവ്യങ്ങളും പാത്രങ്ങളും പെട്ടിപ്പത്തായത്തിലാണ് സൂക്ഷിക്കുക. പത്തായപ്പെട്ടി കുറച്ചുകൂടി വലുതാണ്. തെക്കിനിയിലാണ് ഇതിന്റെ സ്ഥാനം. അമൂല്യമായി സൂക്ഷിക്കേണ്ട വിത്തുകൾ, മലർപ്പൊരിക്കുവാൻ വേണ്ടി പ്രത്യേകം മഞ്ഞും വെയിലും കൊള്ളിച്ച് പാകപ്പെടുത്തിയ നെല്ല് എന്നിവ ഇതിലാണ് സൂക്ഷിക്കുക. പത്തായം പണിയുക എന്നല്ല, പത്തായം കൂട്ടുക എന്നാണ് പറയുക. മരം മറുത്ത് കനത്ത പാളിയാക്കി ഈർന്നെടുത്ത പലകകൾ കൂട്ടി യോജിപ്പിക്കുന്നതിനാലാവാം അത്. നെല്ല് തറയോ ചുമരോ സ്പർശിച്ചാൽ അതിന്റെ ഗുണം കുറയുമെന്നതിനാൽ 4 വശത്തും പലകകൾ നിരയായിട്ടാണ് പത്തായം തീർക്കുന്നത്. മുൻവശത്തെ പലകകൾ എളുപ്പത്തിൽ ഇളക്കിയെടുക്കാൻ പാകത്തിലായിരിക്കും. കേരളത്തിൽ സുലഭമായി ലഭിക്കാറുള്ള പ്ലാവിൻ തടി കൊണ്ടാണ് പത്തായങ്ങൾ തീർത്തിരുന്നത്. അപ്പൊ ചോദ്യം. അന്നന്നത്തേക്ക് വേണ്ട പൂജാദ്രവ്യങ്ങളും പാത്രങ്ങളും സൂക്ഷിച്ചിരുന്നത് ഏത് പത്തായത്തിലാണ്? പെട്ടിപ്പത്തായം അല്ലെ? പെട്ടിപ്പത്തായത്തില്. 2ാമത്തെ. പത്തായം കൂട്ടുക എന്ന് പറയാൻ കാരണം എന്ത്? ഒരു മരമറുത്ത് കനത്ത പാളിയാക്കി ഈർന്നെടുത്ത് പലകകൾ കൂട്ടി യോജിപ്പിക്കുന്നതിനാലാവാം പത്തായം കൂട്ടുക എന്ന് പറയുന്നത്. അടുത്തത്. പത്തായപ്പെട്ടിയുടെ ഉപയോഗം എന്തെല്ലാമായിരുന്നു? അമൂല്യമായി സൂക്ഷിക്കേണ്ട വിത്തുകൾ, മലർ പൊരിക്കുവാൻ വേണ്ടി പ്രത്യേകം മഞ്ഞും വെയിലും കൊള്ളിച്ച് പാകപ്പെടുത്തിയ നെല്ല് എന്നിവ പത്തായപ്പെട്ടിയിലാണ് സൂക്ഷിക്കുക. അതാണ് അതിന്റെ ഉപയോഗം. ഇനി 11ാമത്തെ ചോദ്യം. തുടർച്ചയായി ഉണ്ടാകുന്ന വെള്ളപ്പൊക്കം ഒട്ടേറെ ജീവനുകളാണ് അപഹരിച്ചത്. പ്രകൃതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഓരോ പ്രകൃതി ദുരന്തവും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ പ്രദേശത്ത് നടക്കുന്ന പ്രകൃതി ദോഷകരമായ ഏതെങ്കിലും ഒരു പ്രവർത്തനം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് നിവേദനം തയ്യാറാക്കുക. അല്ലെങ്കിൽ ഇവിടെ ഒരു ചിത്രമുണ്ട്. ഈ ചിത്രത്തിന് പ്രളയത്തെക്കുറിച്ച് എന്താണ് ഇതിൽ പറയുന്നത്? ഇവിടുത്തെ വറ്റിപ്പോയ ജലാശയങ്ങളെ പറ്റി ഒരു പ്രൊജക്ട് ചെയ്യാൻ പറഞ്ഞിട്ട് ഒരൊറ്റ ജലാശയത്തെ കുറിച്ച് നീ എഴുതിയിട്ടുള്ളതാണ്. വെള്ളപ്പൊക്കത്തിൽ ഇവിടമാകെ ഒരൊറ്റ ജലാശയമായത് ചേച്ചി മലർന്നോ? അതാണ് ഒരു കാർട്ടൂൺ. പ്രളയത്തെക്കുറിച്ച് നേരിട്ടും ദൃശ്യമാനങ്ങളിലൂടെയും നിങ്ങൾക്കും അറിവുണ്ടാവുമല്ലോ. പ്രളയത്തിന്റെ ദുരന്താനുഭവം മുൻനിർത്തി ഒരു പത്രവാർത്ത തയ്യാറാക്കുക. ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി അല്ലെ? ഈ 11 എയോ ബിയോ എങ്ങനെ എഴുതാം? ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ താന്നിപ്പുഴ പഞ്ചായത്ത് നിവാസികൾ സമർപ്പിക്കുന്ന നിവേദനം. വിഷയം പാറ പൊട്ടിക്കുന്നത് സംബന്ധിച്ച്. സാർ, താന്നിപ്പുഴ പഞ്ചായത്തിലെ 4ാം വാർഡിൽ നിങ്ങളുടെ സ്ഥലങ്ങൾ മാറ്റി എഴുതാം കേട്ടോ. അനധികൃതമായി പാറ പൊട്ടിക്കുന്നവരും താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. തദ്ദേശവാസികളുടെ പ്രതിഷേധത്തെ തുടർന്ന് കുറച്ചു കാലമായി നിർത്തിവെച്ചിരുന്ന പാറ പൊട്ടിക്കൽ വീണ്ടും ആരംഭിച്ചിരിക്കുന്നു. സമീപ പ്രദേശങ്ങളിലെ വീടുകളിലെ വിള്ളൽ, കുടിവെള്ളക്ഷാമം, പൊടി മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഇവയൊക്കെ ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായിട്ടില്ല. ഈ വിഷയം പരിഹരിക്കുന്നതിന് എത്രയും വേഗം നടപടി സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. വിശ്വസ്തയോടെ
നിങ്ങളുടെ പേര് എഴുതാം. പാതക സമിതി പ്രസിഡന്റ്, താന്നിപ്പുഴ പഞ്ചായത്ത്. ഇനി രണ്ടാമത്തെ വെള്ളപ്പൊക്കത്തെ കുറിച്ച് കുറിപ്പുണ്ടാക്കുകയാണെങ്കിൽ 3 തോട് വെള്ളത്തിനടിയിൽ. അതായത് പത്രവാർത്തയാണ്. 3 തോട്. മഴ കാലത്തോടെ 3 തോട് ദേശത്തെ നദികളും ജലാശയങ്ങളും ക്രമാതീതമായി ജലനിരപ്പ് ഉയർന്നു. 3 തോട്ടിലെ താഴ്ന്ന പ്രദേശങ്ങൾ മാത്രമല്ല ഉയർന്ന പ്രദേശങ്ങളും വെള്ളത്തിനടിയിലായി. മലയിടിച്ചിലും മണ്ണിടിച്ചിലും ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി. നിരവധി പേർക്ക് വീടുകളും വളർത്തുമൃഗങ്ങളും നഷ്ടപ്പെട്ടു. കൃഷിനാശവും ഉണ്ടായി. സന്നദ്ധ പ്രവർത്തകരുടെ സമയോചിതമായ ഇടപെടൽ മൂലം ആർക്കും ജീവഹാനി ഉണ്ടായില്ല. കരയും കായലും തിരിച്ചറിയാനാവാത്ത വിധം പല പ്രദേശങ്ങളും മാറിയിരിക്കുകയാണ്. ഓക്കെ, അടുത്തത് 12ാമത്തെ. താഴെ ചോദ്യങ്ങൾ ഏതെങ്കിലും ഒരെണ്ണത്തിന് ഉത്തരം എഴുതുക. 7 സ്കോർ. ലഹരിയുടെ ഉപയോഗം സമൂഹത്തെ കാർന്നതിന് വിപത്തായി മാറിയിരിക്കുകയാണ്. ലഹരി പല കുടുംബങ്ങളെയും തകർത്തു കളയുന്നതിന് നിരവധി വാർത്തകൾ നമ്മുടെ മാധ്യമങ്ങളുണ്ട്. ലഹരിക്കെതിരെ സ്കൂൾ അസംബ്ലിയിൽ അവതരിപ്പിക്കുന്നതിന് പ്രഭാഷണം തയ്യാറാക്കുക. അല്ലെങ്കിൽ ലോക പരിസ്ഥിതി ദിനത്തിൽ സ്കൂളിൽ വിതരണം ചെയ്യുന്നതിനായി പരിസ്ഥിതി വികസനം എന്ന വിഷയത്തിൽ ലഘുലേഖ തയ്യാറാക്കുക. എങ്ങനെ എഴുതാം? ബഹുമാന്യരെ, മയക്കുമരുന്നിനെ കുറിച്ച് അതുണ്ടാക്കുന്ന ദൂഷ്യങ്ങൾ. പ്രസംഗം നമുക്ക് ആദ്യം നോക്കാം. മയക്കുമരുന്നിനെ കുറിച്ചും അതുണ്ടാക്കുന്ന ദൂഷ്യങ്ങളെ കുറിച്ചും ഒട്ടേറെ ചർച്ചകളും സംവാദങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണിത്. വ്യക്തികളെയും സമൂഹത്തെ ആകമാനവും കാർന്നീണ്ടുന്ന ക്യാൻസറായി ലഹരി ഉപയോഗം വളർന്നു. വ്യക്തിയുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ മാത്രമല്ല കുടുംബത്തിന്റെ സമാധാന അന്തരീക്ഷവും തകർക്കുന്ന വില്ലനാണ് ലഹരി വസ്തുക്കൾ എന്ന് നാം തിരിച്ചറിയാറുണ്ട്. ലഹരിക്കടിമയായവരുടെ കുടുംബാന്തരീക്ഷം അരക്ഷിതമായിരിക്കും. വരുമാനത്തിൽ നല്ലൊരു പങ്കും ലഹരി വസ്തുക്കൾ വാങ്ങാനായി മാറ്റിവെക്കുകയും തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ വിസ്മരിക്കുകയും ചെയ്യുന്നവർ ഇന്ന് ധാരാളമുണ്ട്. കുട്ടികൾ ഇന്ന് ലഹരിക്കടിമകളായി മാറുന്നു എന്നത് ഏറെ ആശങ്ക ഉളവാക്കുന്നു. താൽക്കാലികമായ സന്തോഷത്തിനു വേണ്ടി തുടങ്ങുന്ന ലഹരി ഉപയോഗം പതിയെ ലഹരിയില്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കൊണ്ടെത്തിക്കും. ഒറ്റപ്പെടലും സാമ്പത്തിക പരാധീനതയും പിടികൂടുന്നതോടെ ഇവരുടെ ജീവിതം ജീവിതപൂർണവും തികഞ്ഞ പരാജയവും മാറുന്നു. ഭരണകൂടം മാത്രമല്ല സമൂഹം ഒറ്റക്കെട്ടായി പ്രതിരോധിച്ചാൽ മാത്രമേ ലഹരിയുടെ പിടിയിൽ നിന്ന് പൂർണ്ണമായ മോചനം നേടാൻ കഴിയൂ. ലഹരിക്കെതിരെ ബോധവൽക്കരണം നടത്തി സമ്പൂർണ്ണ മയക്കുമരുന്ന് നിരോധനം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കണം. അതിനായി പുതുതലമുറ സജ്ജരാകണം. ലഹരി വസ്തുക്കളോട് വിട പറഞ്ഞ വീടിന്റെയും സമൂഹത്തിന്റെയും നാടിന്റെയും പുതിയ പ്രതീക്ഷകളായി സ്വപ്നങ്ങളായി തെളിഞ്ഞ ബുദ്ധിയോടെ തിളങ്ങുന്ന പ്രതിജ്ഞയോടെ നമുക്ക് വളർന്നു വരാം. നന്ദി, നമസ്കാരം. ഈ രണ്ടാമത്തെ പരിസ്ഥിതി വികസനം എന്നതിനെ കുറിച്ച് ലഘുലേഖ. അല്ലെ, വർത്തമാനകാല സമൂഹത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന വിഷയമാണ് പരിസ്ഥിതിയും വികസനവും. വികസനവുമായി ബന്ധപ്പെടുത്തി പരിസ്ഥിതി പലപ്പോഴും ചർച്ചാ വിഷയമാകുന്നു. മനുഷ്യൻ ആർത്തികൊണ്ടതും വിവേകമില്ലാത്തതുമായ ഇടപെടലുകളും പരിസ്ഥിതി സൗഹൃദപരമല്ലാത്ത വികസന രീതികളുമാണ് പ്രകൃതിയുടെ താളം തെറ്റുന്നതിന് കാരണമാകുന്നത്. പ്രകൃതിയുടെ താളം തെറ്റുന്നതോടെ മഹാമാരിയായും കൊടും ചൂടായും ജലക്ഷാമമായും പ്രകൃതി പ്രതികരിക്കുന്നു. ഇതിന്റെ ഭവിഷ്യത്തുകൾ നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നു. പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം പോംവഴികളെ കുറിച്ച് ആലോചിക്കാതെ വികലമായ വികസന കാഴ്ചപ്പാടുകൾ പടിപടിയായി നിർത്തലാക്കേണ്ടതുണ്ട്. കാടും മേടും കുന്നും കുളവും ചതുപ്പും എല്ലാം നശിപ്പിച്ചിട്ട് വികസനം അനിവാര്യമാണത് പ്രകൃതി സൗഹൃദപരമാകണമെന്ന കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടായേ മതിയാകൂ. വികസനത്തിന്റെ മുന്നേറ്റത്തിൽ പരിസ്ഥിതിക്ക് നാശം സംഭവിച്ചിരിക്കുന്നത് കാണാതിരിക്കാനാവില്ല. പരിസ്ഥിതി നശിപ്പിച്ച് പുതിയ ലോകം സൃഷ്ടിക്കുമ്പോൾ അത് നമ്മുടെ തന്നെ നാശത്തിന് കാരണമാകും. നല്ല വായു, ഭക്ഷണം, മണ്ണ്, വെള്ളം എല്ലാം നമ്മുടെ നിലനിൽപ്പിന് അനിവാര്യമാണ്. ഇനി വരുന്ന തലമുറകൾക്കും ഇവിടെ ജീവിക്കാനുള്ളതാണ് ഈ ഭൂമി. യാതൊരു നിയന്ത്രണവുമില്ലാതെ ഉള്ള പ്രകൃതി ചൂഷണം നാശത്തിലേക്കുള്ള പാതയാണ്. എല്ലാ ജീവജാലങ്ങൾക്കും ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് വികസന പ്രവർത്തനങ്ങൾ നടത്തേണ്ടത്. പ്രകൃതിയെ നശിപ്പിക്കാതെയുള്ള വികസനമാണ് നമുക്ക് ആവശ്യം. ഓക്കെ, അപ്പൊ അങ്ങനെ ലഘുലേഖ തയ്യാറാണ്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ. നന്നായി പഠിക്കുക. ഇതുപോലുള്ള ചോദ്യങ്ങൾ നിങ്ങൾ പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. നന്നായി പഠിച്ച് നന്നായി സ്കോർ ചെയ്യുക. ഓക്കെ, അപ്പൊ വീണ്ടും കാണാം. താങ്ക് യു.